ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടക്കുന്ന അമ്മ ചിത്രത്തിന്റെ കഥയാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ കാഴ്ചയിൽ അതൊരു സാധാരണ ഗ്രാമീണ ചിത്രമാണ്. കണ്ടിട്ടില്ലാത്തവർ ഈ ചിത്രം എന്റെ പുറകെ വെക്കുന്നുണ്ട്. ഒരു അമ്മയുടെ തൊഴിൽ ചെയ്യുന്ന ചിത്രങ്ങൾ, തുണി അലക്കുന്നത്, കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നവർ, അടുക്കളയിൽ പുക യൂതുന്നവർ, കോഴികൾക്ക് തീറ്റ കൊടുക്കുന്നവർ, അങ്ങനെ ഒരു കൂട്ടം സ്ത്രീകൾ. എന്നാൽ ആ ക്യാൻവാസിലേക്ക് അല്പം ആഴത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, അത് വെറും ഒരു ചിത്രമല്ല, മറിച്ച് ഈ ലോകം ഇന്ന് വരെ കാണാതെ പോയ, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത കോടിക്കണക്കിന് അമ്മമാരുടെ വിശ്രമമില്ലാത്ത ജീവിതത്തിന്റെ നേർക്കാഴ്ചയെന്ന് അനുജ് കാത് എന്ന 9ാം ക്ലാസ്സുകാരൻ എന്റെ അമ്മയും അയൽപ്പക്കത്തെ അമ്മമാരും എന്ന ചിത്രത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ അതേ സത്യം തന്നെയാണ് ഇന്ന് രാജ്യത്തിന്റെ പരമോന്നത കോടതി ചരിത്രവിധിയിലൂടെ അടിവരയിട്ട് ഉറപ്പിക്കുന്നത്. ഒരു ബാലന്റെ ചായക്കൂട്ടിൽ തുടങ്ങി സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ എത്തി നിൽക്കുന്ന ആ വിപ്ലവകരമായ കഥ ഇങ്ങനെയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമത്തിലെ വീട്ടുമുറ്റത്തിരുന്ന് അനുജ് എന്ന 14കാരൻ തന്റെ അമ്മ സിന്ധുവിനെ നിരീക്ഷിക്കുകയായിരുന്നു. പുലർച്ചെ എല്ലാവരും ഉണരുന്നതിന് മുമ്പ് അടുക്കളയിൽ തുടങ്ങുന്നതാണ് അമ്മയുടെ തപസ്. വസ്ത്രങ്ങൾ അലക്കണം, വീട് തുടയ്ക്കണം, വിറക് ശേഖരിക്കണം, കുട്ടികളെ നോക്കണം, ഒടുവിൽ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞും തീരാത്തത്ര ജോലികൾ. അമ്മേ, ഈ ചെയ്യുന്ന ജോലിക്കൊക്കെ ആരെങ്കിലും ശമ്പളം തരുമോ എന്ന ചോദ്യത്തിന് മുന്നിൽ അമ്മമാർ ചിരിച്ചു തള്ളാറേയുള്ളൂ. എന്നാൽ അനുജ് അതിനെ ചിരിച്ചു തള്ളാൻ തയ്യാറായിരുന്നില്ല. അമ്മമാരുടെ ഈ അദൃശ്യമായ അധ്വാനത്തെ, അൺപെയ്ഡ് ഡൊമസ്റ്റിക് ലേബർ, ദൃശ്യമാക്കുവാൻ അവൻ ബ്രഷും ചായങ്ങളും കയ്യിലെടുത്തു. അങ്ങനെയാണ് ആ വ്യാഖ്യാതമായ പെയിന്റിംഗ് പിറക്കുന്നത്. നിർഭാഗ്യവശാൽ ആ ചിത്രം ലോകം ഏറ്റെടുക്കുന്നതും പിന്നീട് കേരള സർക്കാർ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി സംസ്ഥാന ബഡ്ജറ്റ് രേഖയുടെ കവർ ചിത്രമായി അതിനെ മാറ്റുന്നതും. പക്ഷേ കാണാൻ അമ്മ സിന്ധു ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഒരു ഹൃദയ സ്തംഭനത്തിലൂടെ അവർ കടന്നുപോയെങ്കിലും അവർ ചെയ്ത അധ്വാനത്തിന്റെ സാക്ഷ്യപത്രമായി ആ ചിത്രം ലോകത്തിനു മുന്നിൽ അവശേഷിച്ചു. ഇന്ന് ധാരാളം ആളുകൾ ഷെയർ ചെയ്യുന്ന, ധാരാളം പേർ അമ്മയ്ക്ക് സമ്മാനമായി കൊടുക്കുന്ന ഈ ചിത്രത്തിന്റെ പിന്നിലെ ചെറിയ കഥയാണിത്. പിന്നീട് കോടതി മുറിയിൽ മുഴങ്ങിയ അമ്മമാരുടെ ശബ്ദം വർഷങ്ങൾക്കിപ്പുറം ഇതേ വിഷയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന കോടതി മുറിയിൽ വലിയൊരു ചർച്ചയായി മാറുന്നു. വാഹനാപകടങ്ങളിൽ മരണപ്പെടുന്ന വീട്ടമ്മമാരുടെ നഷ്ടപരിഹാരം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് ജസ്റ്റിസ് സജ്ജയ് കരോൾ, ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ചിന് മുന്നിലെത്തുന്നത്. സാധാരണയായി പുറത്തുപോയി ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നവർക്ക് മാത്രമാണ് ഉയർന്ന നഷ്ടപരിഹാരം നൽകാറുള്ളത്. വീട്ടിലിരിക്കുന്നവർക്ക് എന്തു വരുമാനം എന്ന സമൂഹത്തിന്റെ പൊതുബോധത്തെ തിരുത്തി കുറിക്കുവാൻ കോടതി ഈ അവസരം വിനിയോഗിച്ചു. അനുജ് തന്റെ പെയിന്റിംഗിൽ വരച്ചിട്ട ഓരോ അമ്മമാരുടെയും പ്രതിനിധികളെന്നോണമാണ് കോടതി ആ വിധിയെയും ആ വിധിന്യായത്തെയും എഴുതിയത്. കോടതിയുടെ വാക്കുകൾ ഒരു കളിമൺ കട്ടയെ മനോഹരമായ പാത്രമാക്കി മാറ്റുന്ന കുശവനെ പോലെയാണ് വീട്ടമ്മമാർ. ഓരോ വീടിനെയും മാറ്റിയെടുക്കുന്നത് അവരാണ് യഥാർത്ഥ രാജ്യശില്പികൾ, അതായത് നാഷണൽ ബിൽഡേഴ്സ്. ഇനിമേൽ ഈ അദൃശ്യ അധ്വാനം ദൃശ്യമാകണം. നിയമത്തിന്റെ കാവലും വസ്തുതകളും പരിശോധിച്ചാൽ കേവലം വൈകാരികമായ ഒരു നിരീക്ഷണം എന്നതിനപ്പുറം കൃത്യമായ നിയമ വസ്തുതകളോടെയാണ് കോടതി ഈ വിധി പുറപ്പെടുവിച്ചത്. 30,000 പ്രതിമാസ മൂല്യം, ഒരു വീട്ടമ്മയുടെ ഗാർഹിക പരിചരണത്തിന്റെ കുറഞ്ഞ മൂല്യം പ്രതിമാസം 30,000 രൂപയായി കോടതി നിശ്ചയിച്ചു. അപകട നഷ്ടപരിഹാരം കണക്കാക്കുമ്പോൾ ഇത് അടിസ്ഥാന വരുമാനമായി എടുക്കണം. ജീവിത ചെലവുകൾ കൂടുന്നത് കണക്കിലെടുത്ത് ഓരോ 3 വർഷം കൂടുമ്പോഴും ഈ തുകയിൽ 10% വർധനവ് വരുത്തുകയും വേണം. ഇരട്ട വരുമാന അംഗീകാരമാണ് ഇതോടുകൂടി നേടിയെടുത്തത്. ഒരു സ്ത്രീ പുറത്തുപോയി ജോലി ചെയ്യുന്നവളാണെങ്കിൽ പോലും അവൾ വീട്ടിൽ ചെയ്യുന്ന അധ്വാനത്തിനുള്ള ഈ 30,000 അവളുടെ ഔദ്യോഗിക ശമ്പളത്തിന് പുറമെ അധികമായി കൂട്ടണം. ഈ വിധി വന്നതോടെ പലരും തെറ്റിദ്ധരിച്ചത് ഭർത്താവ് ഭാര്യയ്ക്ക് മാസം 30,000 രൂപ ശമ്പളം കൊടുക്കണമെന്നോ സർക്കാർ പണം തരുമെന്നോ ആണ്. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. ഇതൊരു നിയമപരമായ ബെഞ്ച് മാർക്കാണ്. സ്ത്രീകളുടെ അധ്വാനത്തെ സാമ്പത്തികമായി വിലയിരുത്തേണ്ടി വരുന്ന എല്ലാ നിയമ സാഹചര്യങ്ങളിലും ഈ തുക മാനദണ്ഡമാകും. ഇന്ത്യയുടെ GDP ഏകദേശം 15% മുതൽ 17% വരെ സംഭാവന ചെയ്യുന്നത് സ്ത്രീകളുടെ ഈ അദൃശ്യ അധ്വാനമാണെന്നാണ് കോടതി ഓർമ്മിപ്പിച്ചത്. ചിത്രത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അനുജ തന്റെ ചിത്രത്തിൽ വരച്ചുവെച്ച ഓരോ അമ്മമാർക്കും നിയമപരമായ ഒരു കാവലൊരുക്കുകയാണ് സുപ്രീം കോടതി ഈ വിധിയിലൂടെ ചെയ്തിരിക്കുന്നത്. ചിറക് ഫൗണ്ടേഷൻ ഈ ചിത്രം ഇന്ന് സൗജന്യമായി വീടുകളിൽ എത്തിക്കുവാൻ ശ്രമിക്കുന്നത് ഇതേ ആദരവിന്റെ ഭാഗമായാണ്. ക്യാൻവാസിൽ ഒരു മകൻ അമ്മയ്ക്ക് നൽകിയ ആദരവും ഭരണഘടനയുടെ തണലിൽ പരമോന്നത കോടതി രാജ്യത്തെ സ്ത്രീത്വത്തിന് നൽകിയ നിയമപരമായ അംഗീകാരവും ഇന്ന് ഒരേ ബിന്ദുവിൽ വന്നു നിൽക്കുന്നു. അമ്മമാരുടെ അധ്വാനം സൗജന്യമല്ല, അതിനെ അളക്കാനാവാത്ത മൂല്യമുണ്ടെന്ന് കാലം തെളിയിക്കുകയാണ്. ആ അമ്മ ചിത്രത്തിലെ ഗ്രാമീണ വനിതകൾ ഇനി കേവലം ഛായങ്ങളല്ല,
അവർ നിയമത്തിന്റെ പരിരക്ഷയുള്ള ഈ രാജ്യത്തിന്റെ ശില്പികളാണ്. നമുക്ക് നമ്മുടെ അമ്മമാരെ ഓർക്കാം. കഷ്ടപ്പാടിന്റെ ദിനങ്ങളിൽ അവർ നമ്മെ കൈപ്പിടിച്ച് നടത്തിയതോർക്കാം. എല്ലാവർക്കും അമ്മയോടുള്ള സ്നേഹം ഇനിയും വർദ്ധിക്കട്ടെ. എല്ലാ അമ്മമാർക്കും വേണ്ടി TGS മീഡിയയുടെ ഈ വാർത്താശകലം സമർപ്പിക്കുന്നു.